സർവശക്തനായ കർത്താവിൻ്റെ എത്രയധികം പ്രതികൂലങ്ങളിലൂടെ കടക്കേണ്ടി വരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത, ദേശത്താർക്കുമില്ലാത്ത, ചർച്ചിലാർക്കുമില്ലാത്ത പ്രതിസന്ധികളാണല്ലോ ഞാൻ അനുഭവിക്കുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും ചിലർ ചിന്തിച്ചിട്ടില്ലേ? പക്ഷേ അവർക്കാർക്കുമില്ലാത്ത ഒരാത്മീക സന്തോഷം, ദൈവകൃപയുടെ ആഴങ്ങൾ. അനേക ടെസ്റ്റുകൾ വരുന്നത് വലിയ ടെസ്റ്റ് മണികൾ പുറത്തു വരാൻ വേണ്ടിയാണ്. വലിയ സാക്ഷ്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഇതിലൂടെ എല്ലാം കടത്തിവിടുന്നത്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. നിൻ്റെ വശത്ത് 1000 പേരും വലത്തുവശത്ത് 10,000 പേരും വീഴും. അടുത്തത് അവിടെ ഒരു ക്ലോസ് ഉണ്ട്, എങ്കിലും അത് നിന്നോട് അടുത്ത് വരില്ല. എങ്കിലും കാരണം എന്താ? അത്യുന്നതൻ്റെ മറവിൽ വസിച്ച സർവശക്തൻ്റെ നിഴൽക്കീഴിൽ പാർക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരനർത്ഥവും ഭവിക്കാതെ, ബാധകളില്ലെന്നല്ല, അത് കൂടാരത്തിന് നേരെ വരാതെ വണ്ണം ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ തൻ്റെ ജനം സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുമെങ്കിൽ ഇന്ന് പകലിലും നമുക്കൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവസാന്നിധ്യത്തിൻ്റെ കീഴിൽ മറയപ്പെടാം. അങ്ങനെ ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ ഇന്ന് പകലിലും ഉയർത്താൻ, അവരെ സഹായിക്കാൻ, അവരെ ശക്തീകരിക്കാൻ, നീതിയുള്ള വലങ്കൈ കൊണ്ട് താങ്ങാൻ കഴിവുള്ള ദൈവസാന്നിധ്യം ഇന്ന് പകലിലും വെളിപ്പെട്ടു വരുമെന്നുള്ളതിന് സംശയമില്ല. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം നമുക്ക് നീക്കുപോക്കുകൾ നൽകുന്നത് എവിടെ നിന്നൊക്കെയാണെന്നറിയാമോ? പൈശാചിക മേഖലകളെ തകർക്കുക മാത്രമല്ല, മരണത്തിൻ്റെ അധീനതകളിൽ നിന്ന് നമുക്ക് നീക്കുപോക്കുകൾ നൽകുക. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. യിരെമ്യാ പ്രവചനം 32:15 വാക്യം നമുക്ക് സുപരിചിതമാണ്. ഇനിയും ഈ ദേശത്തെ വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യും. യഥാർത്ഥത്തിൽ ക്രയവിക്രയം ചെയ്യണമെങ്കിൽ ഇങ്ങനൊരു അരുളപ്പാടിൻ്റെ ആവശ്യമുണ്ടോ? ദേശത്ത് ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടിൻ്റെ ആവശ്യമുണ്ടോ?
പക്ഷേ ഈ സാഹചര്യം എന്താ നമുക്കെല്ലാം അറിയാം. എന്തുകൊണ്ടാണ് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എന്ന് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, അതിൻ്റെ തൊട്ട് മുമ്പിൽ ആധാരങ്ങളെ വാങ്ങി ഏറിയ കാലം നിൽക്കുവാൻ തക്കവണ്ണം ഒരു മൺപാത്രത്തിൽ വെക്കുക. നിലനിൽക്കാൻ തക്കവണ്ണം തെളിവായി ഒരു മൺപാത്രം, പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലേക്കല്ല ഞാൻ പ്രവേശിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ അരുളപ്പാടിവിടെ സംഭവിച്ചത്? സാഹചര്യം എന്താണ്? യഹൂദ രാജാവായ സിദക്കിയാവിൻ്റെ 10-ാം ആണ്ടിൽ, നെബൂഖദ്നേസറിന്റെ 18-ാം വർഷത്തിൽ തന്നെ നമുക്കറിയാം യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടാകുകയാണ്. ആ സാഹചര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അന്ന് ബാബേൽ രാജാവിൻ്റെ സൈന്യം യെരൂശലേമിനെതിരെ യുദ്ധത്തിന് വന്നു, യെരൂശലേമിനെ നിരോധിച്ചു. ഇനി നോക്കണം, യിരെമ്യാ പ്രവാചകനോ യഹൂദ രാജാവിൻ്റെ അരമനയുടെ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിൻ്റെ കയ്യിലേൽപ്പിക്കും, അവനതിനെ പിടിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് യഹൂദ രാജാവായ സിദക്കിയാവ് കൽദയരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ഒരു വലിയ പ്രവചനം അവിടെ പറയുകയാണ്. ഇനി അടുത്ത ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമേ. എന്തുകൊണ്ടാണ് ഈ അരുളപ്പാട് സൈന്യങ്ങളുടെ യഹോവയുടെ അവിടെ വന്നത്? ഇപ്പോൾ നെബൂഖദ്നേസർ ആ സമയത്ത് രാജ്യം വന്ന് പിടിച്ചെടുത്തു. ജനത്തിന് ചലിക്കാൻ കഴിയുന്നില്ല. ഇവരുടെ മേൽ ബാബേലിൻ്റെ ആധിപത്യം കടന്നുകൂടി. അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല. നോക്കൂ, ഇവിടെ കാവൽപുരമുറ്റത്തൊരു മനുഷ്യൻ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. 33-ാം അധ്യായത്തിലും നമുക്കത് കാണാൻ പറ്റും. ഈ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെടുമെങ്കിലും ഒരു ദൂത് വിളിച്ചു പറയാം: ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അടയ്ക്കാൻ, ദൈവശബ്ദത്തെ അടയ്ക്കാൻ, പ്രവചന ദൂതിനെ അടയ്ക്കാൻ, നിങ്ങളോട് ഇടപെട്ട ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ അടയ്ക്കാൻ ഒരരമനയ്ക്കോ ഒരധികാരത്തിനോ ഒരന്ധകാര മണ്ഡലത്തിനോ കഴിയത്തില്ലെന്ന് ആത്മശക്തിയോടെ ഇന്ന് പകലും ഞാൻ വിളിച്ചു പറയട്ടെ. നിന്നെ ഒതുക്കാൻ ചിലപ്പോൾ ചില മിനിറ്റത്തേക്ക് കാരാഗ്രഹത്തിലിടാൻ കഴിഞ്ഞേക്കാം. സ്തോത്രം. പൗലോസിനെ, ശിലാസിനെ ഇട്ടു, പത്രോസിനെ ഒക്കെ ഇട്ടു. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ള പത്രോസ്, ദൈവശബ്ദം കേട്ട പത്രോസ്, ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ടതായിരുന്നു വർദ്ധിക്കും വരെ ജീവിക്കണമെന്നുള്ളത്. ഹെരോദാവിനെ ഒതുക്കാൻ പറ്റില്ല, അവൻ്റെ ചങ്ങലയ്ക്ക് ഒതുങ്ങത്തുമില്ല. പറഞ്ഞു വന്നതിൻ്റെ സാരം, ദൈവശബ്ദത്തെ ബന്ധിക്കാൻ, ദൈവത്തിൻ്റെ അരുളപ്പാടിനെ ബന്ധിക്കാൻ, ദൈവമഹത്വത്തെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല, നാളെ കഴിയത്തുമില്ലെന്ന് പരിശുദ്ധാത്മശക്തിയോടെ ഞാൻ വിളിച്ചു പറയും. അവിടെ വളരെ സങ്കീർണമായ അവസ്ഥയിൽ പ്രവാസത്തിൻ്റെ അകത്ത് ജനം നട്ടം തിരിയുമ്പോഴാണ് തമ്പുരാൻ്റെ അരുളപ്പാട്. മനസ്സിലാക്കണം, ആധാരം മേടിച്ച് മുദ്രയിടണം. ഇത് നിലനിൽക്കാൻ പോവുകയാണ്. ഇനിയും കണ്ടോ, പണ്ട് ചെയ്തതുപോലെ ഇനിയും നെബൂഖദ്നേസറിൻ്റെ നേതൃത്വത്തിൽ വന്ന് രാജ്യത്ത് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നെബൂഖദ്നേസറിൻ്റെ പെർമിഷൻ ഇല്ലാതെ പറ്റില്ല. അവിടെയാണ് തമ്പുരാൻ പറഞ്ഞത്, നെബൂഖദ്നേസറിൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ അരുളപ്പാടിനാൽ വാഗ്ദത്തം കേട്ടത് പ്രാവർത്തികമാക്കാൻ ഈ ദിവസങ്ങൾ എനിക്ക് കഴിയും. പ്രിയ സഹോദരങ്ങളെ, സാഹചര്യം നോക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, രാജ്യം എതിരാണ്, നിയമം എതിരാണ്, ശരീരം എതിരാണ്, മെഡിക്കൽ സയൻസുകൾ എതിരാണ്, കൈത്താങ്ങാൻ ആരുമില്ല. പക്ഷേ സകല ലോകത്തിൻ്റെയും ഗതികളെ നിയന്ത്രിക്കുന്ന സകല രാജാക്കന്മാരുടെ മേലും അധികാരമുള്ളവൻ നമുക്കനുകൂലമായി വെളിപ്പാട് നമ്മളോട് വിളിച്ചു പറഞ്ഞെങ്കിൽ
ഇന്ന് പകലും അത് നടത്താൻ നിങ്ങളുടെ മിനിസ്ട്രിയിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തലമുറകളുടെ മേൽ പറഞ്ഞ ദൈവിക ശബ്ദത്തെ ബന്ധിക്കാൻ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഒരു ശക്തിക്കും കഴിയില്ല, ഒരു പിശാചിനും കഴിയില്ല, ഒരു അധികാരത്തിനും കഴിയില്ല, ഒരു നിയമത്തിനും കഴിയില്ല. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കുകയാണ്. ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യും. ട്രാൻസാക്ഷൻ നടക്കും, ചലനങ്ങൾ നടക്കും, പുറപ്പാടുകൾ നടക്കും. മനസ്സിലായോ? വാക്തത്വമുള്ളവൻ മേടിക്കേണ്ടത് മേടിക്കും, എത്തേണ്ടടുത്ത് എത്തും. ആർക്കാ തടയാൻ പറ്റുന്നത്? അപ്പോഴും സംശയം തോന്നിയപ്പോൾ ഇരമ്യാവ് ചോദിച്ച ചോദ്യം ഈ അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ട് നമുക്കെല്ലാം അറിയാമല്ലോ. 24 വാക്യം, നീ അവർക്ക് വരുത്തിയിരിക്കുന്ന ഈ വടകൾ നഗരത്തെ പിടിക്കാൻ അടുത്തിരിക്കുന്ന വാളും ക്ഷാമവും മഹാമാരി ഹേതുവായി ഈ നഗരം അതിനു നേരെ യുദ്ധം ചെയ്യുന്ന കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നീ അരുളി ചെയ്തത് സംഭവിച്ചിരിക്കുന്നു. നീ അത് കാണുന്നല്ലോ. യഹോവേ കർത്താവേ, നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ നിലം വിലയ്ക്ക് വാങ്ങിച്ചതിന് സാക്ഷികളെ വെക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചല്ലോ. കണ്ടോ, ഇവിടെ സാഹചര്യങ്ങളെതിരാണ്. ഇത് പിടിക്കപ്പെട്ടിരിക്കുകയാണ്, ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ മേൽ കൺട്രോൾ ചെയ്യുന്ന ബാബേലിൻ്റെ ശക്തികളുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിലും ഒരരുളപ്പാട്. ഇതാ എൻ്റെ ജനത്തിനൊരു ട്രാൻസാക്ഷൻ, എൻ്റെ ജനത്തിനൊരു വിടുതൽ, എൻ്റെ ജനത്തിനു വേണ്ടി ഒരു പറഞ്ഞ ദൈവശബ്ദത്തിൻ്റെ നിവർത്തീകരണം ഇതിൻ്റെ നടുവിൽ വെളിപ്പെടുത്താൻ. അധികാരങ്ങൾ എതിരാകുമ്പോൾ, വേക്കൻസികളില്ലാതിരിക്കുമ്പോൾ, ശരീരം നേരെ നിൽക്കാതിരിക്കുമ്പോൾ, സാധ്യതകൾ അടയുമ്പോൾ, ഇപ്പുറത്ത് ദൈവശബ്ദം പറയുന്ന ഇരമ്യാവ് ബന്ധിക്കപ്പെട്ടിരിക്കുക. അവിടെയാണ് അരുളപ്പാട് കേൾക്കുന്നത്. 33 അധ്യായത്തിൽ നോക്കൂ. അവിടെയും ദൈവത്തിൻ്റെ ശബ്ദത്തെ ബന്ധിക്കാൻ ആർക്ക് കഴിയും? സിദക്കിയാവിന് കഴിയുമോ? നെബൂഖദ്നേസറിന് കഴിയുമോ? ആർക്കും കഴിയില്ല. ദൂത് കേൾക്കണമേ. ഇനിയും അപ്പോൾ ഇരമ്യാവ് പോലും ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ ചോദിക്കുന്ന പോലെ എങ്ങനെ ഇത് സംഭവിക്കും? അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഇപ്രകാരം ഇരമ്യാവിനുണ്ടായി, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? മേടിക്കാനും വിൽക്കാനും അടുത്ത തലത്തിലേക്ക് പ്രവേശിപ്പിക്കാനും തുറക്കാനും ബലം കൽപ്പിക്കാനും നഷ്ടപ്പെട്ടത് തിരിച്ചു തരാനും പ്രാർത്ഥനയുടെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാനും ആത്മാവിൻ്റെ അടുത്ത തലങ്ങൾ വെളിപ്പെടുത്താനും ഒരുമിച്ച് നിർത്താനും ആനന്ദിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അവസ്ഥകൾക്ക് ചേഞ്ച് വരുത്താനും ഉദ്ധരിക്കാനും എനിക്ക് കഴിയുമെന്നാണ് തമ്പുരാൻ പറഞ്ഞത്. വിശ്വസിക്കാം. അതാ പറഞ്ഞു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? രമ്യാവേ, നീ സാഹചര്യങ്ങളെ തട്ടിച്ചു നോക്കുന്നു, പക്ഷെ എൻ്റെ വചനത്തെയോ എൻ്റെ പദ്ധതികളെയോ അട്ടിമറിക്കാൻ ഒരു നെബൂഖദ്നേസറിനോ ഒരു ഇസബലിനോ ഒരാഹാബി ശക്തിക്കോ ഹാമാന്യ ശക്തിക്കോ ഫറവോൻ്റെ വ്യാപാരത്തിനോ കഴിയത്തില്ല. കാരണം ഞാൻ ആരാന്ന് നീ ഒന്നുകൂടെ മനസ്സിലാക്കണം. ഇന്ന് പകൽ തമ്പുരാൻ പറയുന്നു, ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല, പരിമിതിക്കും അപ്പുറത്ത് ദൈവം പ്രവർത്തി. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുന്നു. രോഗികൾ സൗഖ്യമാകുന്നു, ആത്മപകർച്ച വെളിപ്പെടുന്നു, അസാധ്യങ്ങൾ സാധ്യമാകുന്നു, മിനിസ്ട്രിയിൽ ശക്തമായൊരു തളിർപ്പ് വെളിപ്പെടുന്നു. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ജനത്തെ നിറയ്ക്കുന്നു. അവിടെ നിന്ന് അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം യേശുവിൻ നാം തന്നെ. ആമീൻ. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബിജു മാത്യു.